വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. എല്ലാവർക്കും നമസ്കാരം. റൈറ്റ് വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പുതിയ പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ഗോപി ചക്കുന്നത്താണ്. ഗോപിയേട്ട, സ്വാഗതം. നമസ്കാരം. ഗോപിയേട്ട, അങ്ങേയിപ്പോൾ എല്ലാവർക്കും അറിയാം ശ്രീ ഗോപി ചക്കുന്നത്ത്. അങ്ങയുടെ ഒരു മേഖലകൾ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ആതുര സേവന രംഗത്ത് അങ്ങ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അങ്ങയുടെ ഒരു തുടക്കം എങ്ങനെയാണ്? അങ്ങയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറുപ്പകാലം, അതിനുശേഷം ആ ജോലി, ഈ മേഖലകളിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നതിലുപരി കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ അങ്ങൊരു പ്രശസ്തനായ അഭിഭാഷകനാണെങ്കിൽ കൂടി നമ്മൾ തമ്മിലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഒരു കഥയായി എഴുതാം. ചെറുപ്പം മുതൽ ഈ അനീതിയോടും, ഈ നീതികേട്, അനീതി, മറ്റുള്ള സമൂഹത്തിൽ എന്താണ് നടക്കാൻ പാടില്ലാത്തത്, അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ഉയർന്നു വരുന്നൊരു പ്രതിരോധമുണ്ട്. അത്തരമൊരു പ്രതിരോധ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ചെറുപ്പത്തിൽ സജീവമായി സ്കൂൾ കാലത്ത് തന്നെ എനിക്കൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തെ ചില പദവികൾ, ഒരു പക്ഷേ എന്ന് പറയാൻ കഴിയുന്ന ചുരുക്കം ഈ ജില്ലയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ വയസ്സ്, ചെറുപ്രായത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ SSLC കാലം, പ്രീ ഡിഗ്രി കാലത്ത് തന്നെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായി എനിക്ക് കഴിഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും, അല്ലെങ്കിൽ എവിടെയാണ് നീതികേടുകൾ സംഭവിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കൂടെ നിന്ന് ശബ്ദമുയർത്താൻ അന്നേ എൻ്റെ രക്തത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം ഞാനത് ഉപയോഗിച്ചു. പിന്നീട് കുറേ കാലം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം വേറെ ഒന്നുമല്ല, എൻ്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് ബാക്കി ഡിഗ്രി വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. വീട്ടിലെല്ലാവരും എതിരായിരുന്നു. ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം കുടുംബത്തിനെ അസ്വസ്ഥരാക്കി. അങ്ങനെ നിർബന്ധമായി ഞാൻ മദ്രാസിൽ ബിസിനസ് ഡിഗ്രി, സൈക്കോളജി, മദ്രാസ് പച്ചപ്പസ് കോളേജിൽ സൈക്കോളജി ഡിഗ്രി പഠിക്കേണ്ടി വന്നു. ഈവനിങ് കോളേജിൽ പോയി 3 വർഷം അവിടെ ജോലി ചെയ്ത് പഠിക്കണം. അപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ കേരളത്തിലായിരുന്നു. ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും കേരളവും ഈ ചേലക്കരയൊക്കെയാണ് എൻ്റെ മനസ്സ്. എപ്പോഴും ഒരു നീതിക്ക് വേണ്ടി എവിടെ അനീതി നടക്കുന്നു, എവിടെ അന്യായം നടക്കുന്നു, എവിടെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട നീതി ലഭിക്കാതെ പോകുന്നു, അവർ നിയമത്തിൻ്റെയും നീതിയുടെയും മുമ്പിൽ ഒറ്റപ്പെട്ടു പോയി അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ പ്രവേശനം പലപ്പോഴും ഉണ്ടാവുക. ചിലത് വൈകിയിട്ടുണ്ടാവും, പക്ഷേ എന്നാലും ഒരു പരിധിവരെ എൻ്റെ നീണ്ട ജീവിതത്തിൽ, ഏകദേശം 40-45 കൊല്ലത്തെ സമസ്ത മേഖലകളിലും ഒരു സാധാരണക്കാരായ മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ അവൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ടോ, അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ ലയൺസ് ക്ലബ്ബിൽ സമൂഹത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി രാവും പകലും കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏകദേശം താങ്കൾ സെക്രട്ടറി ആയിരുന്ന ആൽഫ പാലിയേറ്റീവിന് കഴിഞ്ഞ 14 വർഷമായി 1000-ലധികം ക്യാൻസർ പേഷ്യൻറ്റുമായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ, ഇവിടുത്തെ എല്ലാ മേഖലകളിലും, രാഷ്ട്രീയമടക്കം സമസ്ത മേഖലയിലും ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. കഴിഞ്ഞ 10-14 വർഷമായി സജീവമായി ചേലക്കര പ്രസ് ക്ലബ്ബിൻ്റെ അധ്യക്ഷനാണ്. ഏകദേശം ഒരു 10 പതിറ്റാണ്ടോളം അധ്യക്ഷനായിരുന്ന ആളാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ജില്ലാതല ഭാരവാഹിയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ഇത്തരം നീതികേടിനെതിരെ, അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ്റെ രോദനത്തിന് വേണ്ടിയുള്ള എൻ്റെ ഓട്ടപ്പാച്ചിലാണ്. അവിടെ ഞാൻ ഒന്നും നോക്കാറില്ല. ഇപ്പോൾ നോക്കൂ, എനിക്ക് നിരവധി ഭീഷണികളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾക്കറിയാൻ വേണ്ടി കോറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട് ചേലക്കര പഞ്ചായത്ത് ഒരു പക്ഷേ വരുന്ന നാളിൽ ഓർമ്മയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭൂരേഖയിൽ ഇല്ലാതെ മാഞ്ഞു പോയി എന്ന് വരാം. കാരണം അത്തരം വിവിധ തരത്തിലുള്ള കോറികളാണ് വർക്ക് ചെയ്തത്. ഏകദേശം 8-9 കോറികൾ പ്രവർത്തിക്കുകയും സാധാരണക്കാരൻ്റെ സുഖമായ, അവന് ജനാധിപത്യത്തിൽ അവന് കിട്ടിയിരിക്കുന്ന അവകാശമായ നല്ലൊരു പാർപ്പിടം, നല്ലൊരു വെള്ളം, നല്ല ജലം, നല്ല വായു, നല്ല യാത്രാ സൗകര്യം, നല്ല വീട്, ഇതൊന്നും ഇന്ന് സ്വപ്നം പോലും കഴിയുന്നില്ല. കാരണം അതെല്ലാം ഇത്തരം നിയമത്തിൻ്റെ. അപ്പോൾ ഗോപിയേട്ടൻ ഇപ്പോൾ ഈ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷവും അതുപോലെ തന്നെ മാതൃകാപരമായ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിൽ ആൽഫ പാലിയേറ്റീവ് ചേലക്കര പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ഒരു വ്യത്യസ്ത, അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ പാലിയേറ്റീവിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ചേലക്കര പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ കീഴിൽ അങ്ങേക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അങ്ങ് അതിൽ വിഭാവനം ചെയ്ത് ഇപ്പോൾ നടത്തി വരുന്നത്?
അതിന് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഏകദേശം ഒരേ വയസ്സാണ് നമ്മുടെ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്ററിനും റൈറ്റ് വിഷൻ ന്യൂസിനും. ഒരു ഭാഗത്ത് ജനങ്ങളുടെ വേദനകളും വിഷമങ്ങളും സാന്ത്വനം നൽകി സമാധാനിപ്പിക്കുകയും അവർക്ക് ആശ്വാസം നൽകാൻ കഴിയുമ്പോൾ, മറുഭാഗത്ത് റൈറ്റ് വിഷൻ ന്യൂസ് എന്ന ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ഉദ്ദേശശുദ്ധിയായ അഴിമതിക്കെതിരെ പോരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റൈറ്റ് വിഷൻ ചാനൽ ഞാൻ ആദ്യമായി ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് റൈറ്റ് വിഷൻ വ്യൂവേഴ്സിന് ഈ റൈറ്റ് വിഷൻ്റെ 2ാം ജന്മത്തിൽ ഒരു പുതിയ പരിപാടികളുമായി നമ്മൾ തുടങ്ങിയിരിക്കുകയാണല്ലോ, അവരോട് ആശംസ പറയുകയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. നിരന്തരം നീതിക്ക് വേണ്ടി പോരാടി, ഞങ്ങളുടെ പേര് പോലെ തന്നെ ഞങ്ങളുടെ പേര് റൈറ്റ് വിഷൻ ന്യൂസാണ്, ശരിയായ വഴികളിൽ ശരിയായ ദിശകളിൽ അവിടെ ഒന്നും തന്നെ ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ല. എവിടെയാണോ വേദനിക്കുന്ന ഒരു രോദനം, പാവപ്പെട്ടവൻ്റെ രോദനം കേൾക്കുന്നത്, അവിടെ റൈറ്റ് വിഷൻ്റെ ക്യാമറ ഉണ്ടാവും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങൊരു ലോയർ എന്ന നിലയ്ക്ക് അങ്ങേക്കറിയാമോ നിരവധി ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ പാലിയേറ്റീവും നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയോര കാർഷിക മേഖലയാണ് ചേലക്കര, നിരവധി ക്യാൻസർ പേഷ്യൻറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ റിപ്പോർട്ടർമാർ പോയി അവരുടെ കഥകളും മറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ നാട്ടിൽ നല്ല സ്നേഹികളായ, അന്ന് ഞാൻ ഓർക്കുന്നു താങ്കളും അതിൽ വന്നിരുന്നു, കുറേ നല്ലവരായ ജനങ്ങളുടെ വേദനകളും വിഷമങ്ങളും മറിഞ്ഞ് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയായി എന്നെ സമീപിച്ചപ്പോൾ ഞാനതിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000-ൽ മേലെ പേഷ്യൻ്റ് നമ്മൾ പറയാൻ പാടില്ല, നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ മാതിരിയാണ് പാലിയേറ്റീവ് അംഗങ്ങളെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരൊരു കുടുംബാംഗത്തെ മാതിരി ആധുനിക അലോപ്പതി മെഡിസിൻ അപ്പുറം മറ്റൊരു ലോകമുണ്ട് അവർക്ക്. കാരണം ഒരു പാലിയേറ്റീവ് രോഗി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നല്ലെങ്കിൽ പക്ഷാഘാതമാവാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വിടാം, അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് വളരെ ജീവിതം മുന്നോട്ട് നീങ്ങാൻ പറ്റാവുന്ന ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ പാലിയേറ്റീവിൻ്റെ പ്രസക്തിയുള്ളത്. അവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നത്. അവിടെ ചെന്നെത്തിക്കൊണ്ട് അവരെ മാത്രമല്ല, ഒരു വ്യക്തി പ്രായമായി വയസ്സായി അല്ലെങ്കിൽ പക്ഷാഘാതം വന്നു, കാർഡിയാക് അറസ്റ്റ് വന്നതോടുകൂടി ആ വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, ആ വ്യക്തിയെ ബാധിക്കുന്നു, അവരുടെ കുടുംബത്തെ ബാധിക്കുന്നു, ആ കുടുംബത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തെയും ബാധിക്കുന്നു. അപ്പോൾ പാലിയേറ്റീവ് എന്ന പ്രസ്ഥാനം മഹാപ്രസ്ഥാനം തന്നെ പറയണം. അത്തരം പ്രസ്ഥാനം ആ വ്യക്തിക്കപ്പുറം അവരുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടി പരിരക്ഷിച്ച സാന്ത്വനമേകി കടന്നു പോകുന്ന ഒരു സംഘടനയാണ് ഇത്. അവിടെ സൗജന്യമായിട്ടാണ് അങ്ങേക്കറിയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കുടുംബ അന്തരീക്ഷമാണെന്ന് അങ്ങ് പറഞ്ഞു. ഈ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്ററിൻ്റെ ചേലക്കര യൂണിറ്റിൽ ഫിസിയോതെറാപ്പിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫിസിയോതെറാപ്പി യൂണിറ്റാണ്. ഏകദേശം 40ഓളം രോഗികൾ ഒരു ദിവസം വന്ന് പരിപൂർണ്ണ സൗജന്യമായി അവരുടെ വീടുകളിൽ പോയി അവരെ നമ്മുടെ വണ്ടികളിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ചികിത്സിക്കുകയും, അല്ല വരാൻ പറ്റാത്തവർ അവിടെ പോയി ചികിത്സിക്കുകയും ചെയ്യുന്ന ഏകദേശം വലിയൊരു യൂണിറ്റാണ് നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ ഭാഗമാണ് ഫിസിയോതെറാപ്പി. അത് നമ്മൾ വളരെ വൃത്തിയായി ചെയ്തുകൊണ്ട് പോകുന്നു. എത്ര പഞ്ചായത്തുകളിൽ ഇതിൻ്റെ ഏകദേശം 6ഓളം പഞ്ചായത്തുകൾ, ഇത് പഴയന്നൂർ ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം 6ഓളം പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യം, നമ്മുടെ ഈ പാലിയേറ്റീവ് പരിചരണം മേഖലയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഡോക്ടർമാരും നഴ്സുമാരൊന്നും പറ്റില്ല. ഈ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കണമെങ്കിൽ നല്ല പരിചയമുള്ള പാലിയേറ്റീവ് പരിചരണം നല്ല ആഴമായി പഠിച്ച വ്യക്തികളെ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഡോക്ടർമാരാണ് അവിടെ വരിക. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, നമ്മുടെ നഴ്സസ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ബന്ധപ്പെട്ടതാണ്, വളണ്ടിയേഴ്സായ നമ്മളെല്ലാവരും തന്നെ ഒന്നും കാക്ഷിക്കാതെ യാതൊരുവിധ സാമ്പത്തിക ലാഭമോ പേരുകളോ പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ചേലക്കര ലിങ്ക് സെൻറ്ററിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അവിടെ ഒരു സ്വന്തമായി ഒരു സ്ഥലം, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് തന്നെ അവിടെ ഒരു സ്ഥലം കൊടുത്ത് ആ ലിങ്ക് സെൻറ്റർ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഈ ആൽഫയുടെ ഏറ്റവും നല്ലൊരു സെൻറ്ററായി പ്രവർത്തിച്ചു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വലിയൊരു അഭിമാനം അങ്ങേക്ക് അതിൽ തീർച്ചയായിട്ടും കൊണ്ട് ആവാമെന്നുള്ളതാണ്. നമ്മൾ മനുഷ്യൻ പൊതുവെ മനസ്സിലാക്കണം, നമ്മൾ ഒടുക്കവും തുടക്കവും അറിയാത്തൊരു കുറച്ച് ഇടവേളയിൽ മാത്രം തങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ കൊണ്ടുപോകുമ്പോൾ ഇരിക്കുന്ന കസേര പോലും, ഞാനോ താങ്കളോ ഇരിക്കുന്ന കസേര പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാം അനന്തമായ യാത്രയിൽ ഒന്നും കൊണ്ടുപോകാൻ നമ്മൾ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ നേടിയതെല്ലാം ശൂന്യമാണ്, അതിനൊന്നും അർത്ഥമില്ല. ഇന്നലെ വരെ മറ്റൊരാളുടെ സ്ഥാനമാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്, നാളെ തീർച്ചയായിട്ടും മറ്റൊരാളുടെ ആവും. അപ്പോൾ ആ കിട്ടുന്ന കുറച്ച് സമയത്ത് ആർക്കെങ്കിലും വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, അത് സാമ്പത്തികമായാലും ശരി, ശാരീരികമായാലും ശരി, മാനസികമായാലും ശരി, അവരെ ആത്മീയമായി പിന്തുണയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയായാലും എല്ലാ തരത്തിലും അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടാണ് ഇപ്പോൾ പാലിയേറ്റീവായി ഉപയോഗിക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഗോപിയേട്ടൻ ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ. എനിക്ക് തോന്നുന്നു ഈ ആൽഫയുടെ പാലിയേറ്റീവ് പ്രവർത്തനമായിരിക്കും അങ്ങേക്കൊരു മാനസികമായിട്ട് കൂടുതൽ ഒരു സന്തോഷം കിട്ടുന്ന ഒരു പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു സംശയമില്ല. നിരവധി സംഘടനകളുടെ സംസ്ഥാനം മുതൽ പഞ്ചായത്ത് വരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്നത്, ആഗ്രഹിക്കുന്നതും മരണം വരെ തുടരാൻ നടക്കില്ല എനിക്കറിയാം, മരണം വരെ അവരുമായിട്ടുള്ള സഹകരിച്ചുകൊണ്ട്
അതിലാണ് ഞാൻ എല്ലാവരിലും അഭിമാനം കൊള്ളുന്നത്. കാരണം അത് ഞാൻ ജീവിതത്തിൻ്റെ അവസാന ലാപ്പ് കടന്നു പോകുന്നവരുടെ കൂടെയാണ് എൻ്റെ യാത്ര. തീർച്ചയായും നാളെ ഞാനും ആ സ്ഥാനത്തേക്ക് വരുമെന്ന ഉറച്ച ബോധ്യമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സ്ഥാനമാനങ്ങളെക്കാൾ ഞാൻ ഇതുവരെ നേടിയതിനേക്കാളെല്ലാം ഈ ഭൗതികമായ നേട്ടങ്ങളെല്ലാം അത് നശ്വരമാണെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ട് തന്നെ അതിനൊന്നും വലിയ ഞാൻ പ്രസക്തി കൊടുക്കുന്നില്ല. അവരുടെ സന്തോഷത്തിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ സന്തോഷം അവരുടെ ചെറിയ തന്നെയാണ് ഞാൻ ഇതുവരെ നേടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സമ്മാനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കിട്ടി. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ റൈറ്റ് വിഷൻ ന്യൂസ് ചാനൽ, അതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് അങ്ങ്. ഈ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുമ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു അനീതിക്കെതിരെ പോരാടുക, ഒട്ടേറെ കോറികളുടെയൊക്കെ പ്രശ്നം പറഞ്ഞു ചേലക്കരയിൽ. അപ്പോൾ ഈ ഒരു ചേലക്കരയിലെ അല്ലെങ്കിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അനീതി എവിടെ കാണുമ്പോൾ അതിനെ ശബ്ദമുയർത്താൻ ഒരു ചാനലിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ അങ്ങേക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായിട്ടാണ് അങ്ങ് അത് കൊണ്ടുപോകുന്നത്? എങ്ങനെ അങ്ങേക്ക് സാധിക്കുന്നു ഇത്? നോക്കൂ, നമ്മുടെ ഈ നാട്ടിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സമയമില്ല എന്ന്. നമ്മുടെ ലക്ഷ്യം ശരിയാണെങ്കിൽ, അത് ഉദ്ദേശ ശുദ്ധിയോട് കൂടിയുള്ളതാണെങ്കിൽ, അത് മറ്റൊരുത്തിൻ്റെ കണ്ണീരൊപ്പാൻ കഴിയുമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ധാരാളം സമയമുണ്ട്. തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ടും പലരും സമയത്തെ മിസ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പാലിയേറ്റീവ് ആയാലും ശരി, പ്രസ് ക്ലബ്ബായാലും ശരി, പ്രസ് ക്ലബ്ബിൽ ഞാൻ എടുക്കുന്ന നയം അല്ലെങ്കിൽ എൻ്റേതായ ഒരു കാഴ്ചപ്പാട്, എവിടെയാണോ അനീതി സംഭവിക്കുന്നത് അവിടെ നമ്മുടെ പേനയും ക്യാമറയും ചലിക്കണം, അല്ലാതെ അഴിമതിക്കാരുടെ കൂടെയല്ല. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു റൈറ്റ് വിഷൻ ന്യൂസിനെ മാതിരി ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിരവധി സാമ്പത്തിക ബാധ്യത ഒരു സൈഡിൽ, മറിച്ച് അർപ്പണബോധമുള്ള ഞങ്ങളുടെ സ്റ്റാഫുകൾ ഒന്നിനെയും ഭയക്കാതെ, പലരും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞുവല്ലോ എൻ്റെ ആദ്യം സംസാരിക്കുമ്പോൾ, അവരെല്ലാം ജീവിതം തന്നെ ഭീഷണിയിൽ പോകുന്നവരാണ്. കാരണം റൈറ്റ് വിഷൻ എന്ന് പറയുമ്പോൾ ശരിയായ വിഷനിൽ അവിടെ മറുഭാഗത്ത് ആരാ എന്ന് നോക്കാതെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും യഥാർത്ഥത്തിൽ റൈറ്റ് വിഷൻ ശരി കണ്ടെത്താൻ അപ്പോൾ വലിയൊരു ശത്രു നിര നമ്മൾക്കുണ്ടായിരിക്കും. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.